ഹായ് സ്റ്റുഡൻസ്, നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ക്വാർട്ടേഴ്സ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ക്വാർട്ടേഴ്സ്, അതായത് മീൻ, മീഡിയൻ, മോഡ്, ഇവ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ഈ മീൻ, മീഡിയൻ, മോഡിൻ്റെ അകത്ത് തന്നെ വരുന്നൊരു സെൻട്രൽ ടെൻഡൻസിയാണ്, സെൻട്രൽ ടെൻഡൻസി മെഷറാണ് ക്വാർട്ടേഴ്സ്. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടേഴ്സ്. തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മീഡിയൻ എന്ന് പറഞ്ഞാൽ അത് 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷനെ ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ ക്വാർട്ടേഴ്സ് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷനെ ഡിവൈഡ് ചെയ്യുന്നു. ക്വാർട്ടേഴ്സ് 3 രീതിയിലാണ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതിലൊന്ന് മീഡിയനാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ക്വാർട്ടേഴ്സ് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ക്വാർട്ടൈൽ Q1, അതായത് ഡിസ്ട്രിബ്യൂഷൻ്റെ 4/1 ഭാഗമാണ് Q1 എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വാർട്ടൈൽ Q2 എന്ന് പറയും. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മീഡിയൻ. ഇത് മീഡിയനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇനി മൂന്നാമത്തെ തേർഡ് ക്വാർട്ടൈലാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ തേർഡ് ക്വാർട്ടൈൽ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Q3 എന്ന് പറയുന്നത് 3/4 പാർട്ടാണ്. ആ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ 3/4 പാർട്ടാണ് തേർഡ് ക്വാർട്ടൈൽ. ഇനി ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും എങ്ങനെയാണ് ഈ ഇൻഡിവിജ്വൽ സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടൈൽ ഇൻ ഇൻഡിവിജ്വൽ സീരീസിൽ ഫസ്റ്റ് ക്വാർട്ടൈൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഇൻഡിവിജ്വൽ സീരീസ് ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 1/4 ഐറ്റം. സൈസ് ഓഫ് n+1/4 ഐറ്റം. ഇതാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ കാണാനുള്ള ഇക്വേഷൻ. നമുക്കിനി ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചെയ്ത് നോക്കാം. ഇനി തേർഡ് ക്വാർട്ടറിലോട്ട് Q3 ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 3n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റമാണ് Q3 എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നോക്കാം. അപ്പം ഇതിന് അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം ഇത് തയ്യാറാക്കാനും. മീഡിയം തയ്യാറാക്കുന്നത് പോലെ കാൽക്കുലേറ്റ് Q1 ആൻഡ് Q3 ആൻഡ് മീഡിയൻ. Q1, Q3 ആൻഡ് മീഡിയനും Q1 ഉം Q3 യും നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 45 നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ സീരീസിൽ 45, 83, 80, 40, 52, 58, 65, 72, 75, 79 ആൻഡ് 54. 10 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അറേഞ്ച് ദ ഡേറ്റ ഇൻറ്റു അസെൻഡിങ് ഓർഡർ. ഈ ഡേറ്റയെ അസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ഈ ഡേറ്റയെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് 3n/4 പിന്നെ n/4 കണ്ടാൽ മതി. ആ ഐറ്റം കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഓൾറെഡി ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യുമ്പം ഫസ്റ്റ് ഐറ്റം 40,
45, 52, then 54, 58, 65, 70, 65, 72, 75, 79, 80, 83. ഇനി Q1 is equal to size of n plus 1 by 4 theta. ടോട്ടൽ തന്നെ ഇവിടെ ടോട്ടൽ 11 ആണ്. 11 plus 1 divided by 4 is equal to 12 by 4 is equal to 3. അപ്പോൾ തേർഡ് ഐറ്റം ആണ് 1, 2, 3. 52 ആണ് ഇവിടെ Q1 എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി Q3, ഇവിടെ Q2 നമുക്ക് കണ്ടുപിടിക്കാം, മീഡിയനും കണ്ടുപിടിക്കാം. അതിൻ്റെ അകത്തുനിന്ന് മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയനെ Q2 എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്, സൈസ് ഓഫ് n plus 1 divided by 2 തൈറ്റ. ഇതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം 11 plus 1 divided by 2 is equal to 12 by 2 is equal to 6. അപ്പോൾ സിക്സ്ത് ഐറ്റമാണ് 1, 2, 3, 4, 5, 6. അപ്പം 65 ആണ് ഇവിടെ മീഡിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീഡിയൻ Q2 എന്ന് പറയും, മീഡിയൻ 65 ആണ്. ഇനി ദെൻ ക്വാർട്ടൈൽസ് നോക്കാം. തേർഡ് ക്വാർട്ടൈൽ Q3 is equal to size of 3 n plus 1 by 4 theta is equal to 3 into 11 plus 1 divided by 4 is equal to 3 into 12 by 4 is equal to 3 into 3. 3 into 3 is equal to 9th item. 9th item ആണ് ഇവിടെ Q3 എന്ന് പറയുന്നത്. 1, 6, 7, 8, 9, 79. അപ്പോൾ 79 is Q3. By this way, the quartiles is find out Q3 79. So here Q1 is equal to Q1 52, Q3 79 and median 65. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തീർക്കാം. നാളെ അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.